ഹെയ്റ്റ് ക്യാമ്പയിൻസിൻ്റെ വിഷയം സിനിമയായിട്ട് കാണുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. നമ്മൾ ഒരു പാർട്ടിയെയും നമ്മൾ കൃത്യം പറഞ്ഞിട്ടില്ല. ഇതൊരു കഥയായിട്ടല്ലേ കാണേണ്ടത്. കേരളത്തിലല്ലേ ഇന്ത്യയിലില്ലാത്ത രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അതാരെ വിശ്വസിക്കുക? അതിൻ്റെ ഒരു ഷെയ്ഡ് പറയുന്നതേ ഉള്ളൂ. അവരെയൊന്നും അല്ല പറയുന്നത്. എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരു സിനിമയും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോമൺ മാൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ. നിങ്ങൾക്കാണത് പറയാൻ പറ്റുന്നത്. ഒരാൾ തുടങ്ങുന്നതോടുകൂടി നിങ്ങളുടെ പുറകിൽ ഇഷ്ടംപോലെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. എമ്പുരാനിലെ ടൈറ്റിൽ ഒരു 2A റെഡിലുണ്ട്. അത് ശരിക്കും റീസൺ ഉണ്ടല്ലേ? ഉണ്ടാവില്ലേ? റെഡ് മാത്രമല്ല, തൊട്ട് പുറകിൽ ഭയങ്കര ഇൻലേഡ് ആയിട്ട് കിടക്കുന്ന ഒരു ശരിക്കും ഇലുമിനാറ്റി ആണോ? എന്നെ നീ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കല്ലേ? ഞാൻ പോയ തിയേറ്ററിൽ ലൈക്ക് നമുക്ക് ആസ്പെക്ട് റേഷ്യോ വാസ് ഒരു അൺഈവൻ ആയിട്ടാണ് നമുക്ക് പോയിരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഷോ ചെന്നിരുന്ന് കണ്ടതൊരു ഇവിടെ കേരളത്തിലൊരു വലിയ തിയേറ്ററിലാണ്. അവിടെ ഭയങ്കര വേഴ്സ് ക്വാളിറ്റിയാണ്. അതിനകത്ത് പല സാധനങ്ങളും ഇപ്പം ഇല്ല. ലെഫ്റ്റും റൈറ്റും കട്ടായിട്ടാണ് കാണുന്നത്. സൗണ്ട് ഇല്ല. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പോയി സൗണ്ട് കൂട്ടി വയ്ക്കുക, മറ്റേ ബ്രൈറ്റ് കൂട്ടി വയ്ക്കുക എന്ന് എത്ര തിയേറ്ററിൽ പോയിരുന്നു നമുക്ക് പറയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മീഡിയാസൊക്കെയാണ് അത് ആക്ച്വലി പറയേണ്ടത്. ഇതിങ്ങനെയുള്ള സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്, നിങ്ങൾ അങ്ങനെയുള്ള തിയേറ്ററിൽ പോയി കാണണം, മറ്റ് തിയേറ്ററിനെ അവോയ്ഡ് ചെയ്യണം എന്ന് നിങ്ങൾ പറയണം. ഞാൻ ആ തിയേറ്റർ ഇളക്കി മറിച്ച ഒരു സാധനമാണ് ആ ഫയർ ഫൈറ്റ്. ഓൾമോസ്റ്റ് ഗോഡ് ഇമേജ് ആണ് ആക്ച്വലി അവിടെ ഉള്ളത്. ഫുള്ളി ലിറ്റപ്പ് ആവണമെന്നില്ല. ലാലേട്ടൻ അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പവറുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ വേറെ ആര് നിന്നാലും നമുക്കത് കിട്ടത്തില്ല. പറയുകയാണെങ്കിൽ മറ്റേ ഇറാഖിലിട്ട ചർച്ചിന്റെ ആ ഒരു സെറ്റ് ഇട്ടത്, അയ്യോ അത് എനിക്ക് അതിന്റെ ലൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നില്ല. ആ ഫുൾ ഹൈറ്റിൽ തന്നെയാണ് സെറ്റ് ഇട്ടിരിക്കുന്നത്. അതാണ് അത്ര ഹൈറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റ് ഒരിക്കലും മേളിൽ നിന്ന് എക്സാക്ട്ലി വലിയ ഇൻഡസ്ട്രിയൽ ക്രെയിൻസ് അതിന്റെ പുറകിൽ അതിന്റെ ഔട്ട് സൈഡിൽ കൊണ്ടുവച്ചിട്ട് ശരിക്കും ചർച്ച അവസാനം നമ്മൾ വന്ന് പൊട്ടിച്ചു കളയത്തില്ലേ? വിഷമം ഉണ്ടായിരുന്നു. ഉറപ്പല്ലേ? കാര്യം ഇത് സിംഗിൾ ഷോട്ടേ പറ്റൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാവില്ല. വൈ സിംഗിൾ ഷോട്ട് എന്നാ രാജു ഈ സിനിമ ഫസ്റ്റ് നറേറ്റ് ചെയ്യുന്ന ദിവസം മുതൽ പറഞ്ഞൊരു ഷോട്ടാണത്. ആസ് എ ഡയറക്ടർ പുള്ളി മനസ്സിൽ കാണുന്ന ഒരു ഷോട്ട് അതുപോലെ നമുക്ക് കൃത്യമായിട്ടും മാനേജ് ചെയ്യാൻ പറ്റി, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ള സ്ഥലത്ത് ഞാൻ എൻ്റെ കൈവിട്ടു. ആന്റണി പെരുമ്പാവൂർ പുള്ളിയാണ് ശരിക്കും എൻ്റെ ഇലുമിനാറ്റി. ഇവിടുത്തെ സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല പ്രൊഡ്യൂസറാണ്. എക്സ്ട്രീം കക്ഷിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഈ കട്ട്സ് വേറെ ഒരു മനുഷ്യനും കിട്ടില്ല. ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഞാൻ എഴുതി ഉറപ്പിച്ചുതരാം, ഇനി അടുത്ത 10 വർഷത്തിനകത്തും ഉണ്ടാവില്ല. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ഗൈസ്, ഇന്ന് നമ്മളോട് ഉള്ളത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു DOP ആണ്. ലെറ്റ്സ് വെൽക്കം സുജിത് വാസുദേവ് സാർ. സാർ നമസ്കാരം. സാർ, ആദ്യം തന്നെ ഒരു താങ്ക് യു പറഞ്ഞ് തുടങ്ങാം. കാരണം മലയാളത്തിൽ ഇത്രയും വലിയൊരു വിഷ്വൽ ട്രീറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വരെ മലയാളത്തിൽ ഇങ്ങനത്തെ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു ക്യാൻവാസ്, ഇങ്ങനത്തെ ഒരു ഫ്രെയിംസ്, അത്രയും വലിയ പടം. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ എന്നോടല്ല ആക്ച്വലി പറയേണ്ടത്, പൃഥ്വിരാജനാണ് പറയേണ്ടത്. പൃഥ്വിരാജ് കൺസീവ് ചെയ്തൊരു ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഡ്രീം, ഞാൻ എൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ് സത്യം. ആസ് എ മലയാളി നമുക്കത് ഭയങ്കര പ്രൗഡ് മൊമെൻറ്റാണ്. കാരണം നമ്മൾ ഈ ചില റിവ്യൂ കേൾക്കുമ്പോൾ ഇത് ശരിക്കും അവർക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഇങ്ങനെ ഇത് മലയാളപടമാണെന്ന് പറഞ്ഞാൽ എഴുതി വെക്കണം. അങ്ങനെയൊക്കെ നമുക്കൊരു ലേബൽ തരിക എന്ന് പറയുമ്പോൾ അസേ മലയാളി, അസേ സിനിമ കാണുന്ന ഒരാളെന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ട്. അതിനാണ് ആദ്യത്തെ. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പം ഇങ്ങനെ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ പടങ്ങൾ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും വലിയ ഫ്രെയിംസ്, ഇത്രയും സ്ഥലങ്ങൾ ഒക്കെ വരുന്നു. അപ്പോൾ ആദ്യം രാജേട്ടൻ ഇങ്ങനെ കഥ പറഞ്ഞ സമയത്ത് വാട്ട് വാസ് യുവർ ഫസ്റ്റ് ഇംപ്രഷൻ? ഈ സ്കെയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഫസ്റ്റ് നമുക്ക് തോട്ട് പ്രോസസ് പോകുന്നത്. ഉറപ്പായിട്ടും രാജു അങ്ങനെ ഒരു സാധനം മനസ്സിലാലോചിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, അതിനകത്ത് ഇത്ര സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിന് കപ്പാസിറ്റിയുള്ള പ്രൊഡ്യൂസർ നമ്മുടെ കൂടെ ഉണ്ട്, കപ്പാസിറ്റിയുള്ള അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ നമ്മുടെ കൂടെ ഉണ്ട്. സോ അതിനകത്ത് ആദ്യം നമുക്ക് ഒരു വലിയ സ്കിൽ ഞാനിതുവരെ ചെയ്തിട്ടില്ലാത്തൊരു സ്കെയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ ഉണ്ടായിരുന്നു. അതാണല്ലോ ചലഞ്ച്. ലൈഫിലേക്ക് നമുക്ക് വരുന്നൊരു ചലഞ്ച് അതല്ലേ. നമുക്ക് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം എപ്പോൾ ചെയ്യുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പിന്നീട് അങ്ങോട്ടൊരു കടമ്പ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഹെൽപ്പോടുകൂടി അത് കൃത്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊരു കൈൻഡ് ഓഫ് തിയേറ്ററിലിരുന്ന് ആസ്വദിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നിങ്ങളോട് ഇങ്ങനെ അതിനൊരു താങ്ക്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അതിലും വലിയൊരു മലയാളം ഞാൻ താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര മോശമായി പോകും. പല തിയേറ്റേഴ്സിൽ നിന്നും പല കണ്ട ആൾക്കാരും എന്നെ വിളിച്ചിട്ട്, തിയേറ്റേഴ്സ് തന്നെ നമ്മൾ വിളിച്ചിട്ട് നന്നായിട്ടുണ്ട്, നല്ല ഗ്രേഡിങ്, നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറയുണ്ടായി. സോ അതൊരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ്. നമുക്ക് സാർ, ഞാനിപ്പോൾ ഇൻബിറ്റ്വീൻ ഇടയ്ക്ക് ചോദിക്കുന്നുള്ളൂ ഈ തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. ഞാൻ പോയ തിയേറ്ററിൽ ലൈക്ക് നമുക്ക് ആസ്പെക്ട് റേഷ്യോ വാസ് ലൈക്ക് ലിറ്റിൽ നമുക്ക് ഭയങ്കര ഡൗൺ ആയിട്ട് ഒരു അൺഈവൻ ആയിട്ടാണ് നമുക്ക് പോയിരുന്നത്, പ്രൊജക്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച് പരസ്യമിട്ട സമയത്ത് ആദ്യം വിചാരിച്ചു മീൻസ് നമുക്കൊരു തിയേറ്ററിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഒരു ചെറിയ ഡീവിയേഷൻ പോലെ. അതൊരിക്കലും നമ്മളൊരു
പ്രേക്ഷകൻ ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്കത് കാണുമ്പോൾ പെട്ടെന്ന് കണ്ണിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ശരിക്കും അങ്ങനെ കാണുമ്പോൾ. ഇപ്പം നമ്മൾ അന്ന് അങ്ങനെ തിയേറ്ററിൽ ഇരുന്ന് കണ്ട സമയത്ത് നമ്മൾ പോയി ചോദിച്ചാലോ, പോയി എന്താ വെച്ചാൽ പറഞ്ഞാലോ, നമുക്ക് അങ്ങനെ ഒരു സാധനമുണ്ട്. പക്ഷേ ഹൗസ്ഫുള്ളായിരുന്നു, അത്രയ്ക്ക് ജനമായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ പറയുന്ന ആരെങ്കിലും കേൾക്കുമോ ഒരു സാധാരണക്കാരന് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശരി, ഞങ്ങൾ ക്യുമാക് സിനിമാറ്റോഗ്രാഫർ അസോസിയേഷൻ ഓഫ് മലയാളം സിനിമയുടെ ഒരു ധാരണ ആക്ച്വലി പ്രൊഡ്യൂസേഴ്സും എക്സിക്യൂട്ടീവ്സും ഒക്കെ ആയിട്ട് വെക്കാനുള്ളൊരു ധാരണ ഇങ്ങനെ ആയി വരുന്നുണ്ട്. അതിൻ്റെ കാരണം അതിനകത്തൊരു കമ്മിറ്റിയൊക്കെ ഞങ്ങളിങ്ങനെ രൂപീകരിച്ച് വരുന്നുണ്ട്. ഇതിനകത്തൊരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടാവണം. എല്ലാ സിനിമ മുമ്പ് ഇവിടെ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്ന തിയേറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൗകര്യം വെച്ചിട്ട് മാത്രമാണത്. ഇനി ഇതിൻ്റെ പ്രൊജക്ഷൻ ക്വാളിറ്റി വെച്ചിട്ട് ഒരു ഗ്രേഡ് ഉണ്ടാവണം ശരിക്കും. ആ ഗ്രേഡിനനുസരിച്ചിട്ട് പൈസ നിശ്ചയിക്കപ്പെടണം. ഇന്ന A ക്ലാസ് ഗ്രേഡിന് ഇത്രയിൽ കുറഞ്ഞത് കാണാൻ പറ്റില്ല, പക്ഷേ അവിടെ ഇത്രയും പെർഫെക്ഷനുള്ള സ്ക്രീൻസും സൗണ്ടിങ്സും ഉണ്ടാകും എന്ന് കൃത്യം ഒരു ധാരണ വയ്ക്കണം. അതുപോലെ തന്നെ B ക്ലാസ്സിനും C ക്ലാസ്സിനും മേ ബി അത് D ക്ലാസ്സും ഒക്കെ വരാം. അപ്പം നമ്മുടെ ജനങ്ങൾക്ക് അത് അങ്ങനെ ചൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ A ക്ലാസ്സിലേ പോയി കാണുള്ളൂ. ഇനി അവിടെ എന്തെങ്കിലും ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. അതിനകത്ത് കംപ്ലയിൻറ്റ് ചെയ്യാം. ആ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനകത്തൊരു ആക്ഷൻ എടുക്കാൻ പറ്റും. നമുക്ക് ഗവൺമെൻറ്റിനോട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കൊളാബറേഷനാണ് വരേണ്ടത്. അതിനകത്തൊരു പ്ലാനിങ് തുടങ്ങി കഴിഞ്ഞു. എത്രത്തോളം കാലം കൊണ്ടുപോകും അറിയില്ല. കാര്യം അതൊരു തിയേറ്റേഴ്സിനകത്ത് ഇത്തരം പ്രൊജക്ഷൻസ് വെക്കുന്നതിൽ തന്നെ നല്ല എക്സ്പെൻസീവാണ് ഒന്ന്. പിന്നൊന്ന് അവരുടെ പ്രശ്നം അവർ പറയുന്നത് ഇത് ഒരു 6 months കൂടുമ്പോൾ പുതിയ സിസ്റ്റംസിലേക്ക് വരും. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ അത് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സ്പെൻസ് ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എമ്പുരാൻ പോലൊരു പടം നമ്മൾ വെട്ടമില്ലാതെ അല്ലെങ്കിൽ അല്ല, അവർ പറയുന്നതിനകത്ത് അത് ശരിയാണ്. പക്ഷേ ഇങ്ങനൊരു സ്റ്റാൻഡർഡൈസേഷൻ നമ്മൾ ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നതിനകത്തേക്ക് ഒരു ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റും. ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റെഡിയാവോ? കാരണം പബ്ലിക് റെവല്യൂഷൻ ആണല്ലോ. അങ്ങനെ ഒരു എഫോർട്ട് നിങ്ങൾ എടുക്കാമെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് റെഡിയാവും അല്ലേ? ഇന്നലെ ഖത്തറിൽ നിന്ന് മറ്റേ VM സാറില്ലേ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ വിളിച്ചു. ഞാനിവിടെ കണ്ടത് ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് പോയത്. പക്ഷേ ഭയങ്കര ലോ ക്വാളിറ്റി പ്രൊജക്ഷനായിരുന്നു. അതിനകത്തൊരു ശരിക്കും പറഞ്ഞാൽ ഒരു HD പ്രൊജക്ഷൻ പോലെയായിരുന്നു. ഞങ്ങൾക്കത് ഭയങ്കര ഫീൽ ചെയ്തു. ഞങ്ങൾ മറ്റ് പല ഫ്രണ്ട്സിനെയും പല തിയേറ്ററിൽ കണ്ട ആൾക്കാരെയും വിളിച്ചു ചോദിച്ചു. അവർ പറഞ്ഞാൽ അവിടെ ഗംഭീര പ്രൊജക്ഷനായിരുന്നു. അപ്പോൾ ഈ തിയേറ്ററിനെതിരെ എങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു ഞാനത് ഇൻഫോം ചെയ്തേക്കാം ആളുകളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടേതായിട്ടുള്ള സർക്കിളിൽ അതിൻ്റെ ആരൊക്കെയാണോ അത് ഔട്ട് എടുക്കുന്നത് എല്ലാവരും ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ അവിടുത്തെ പ്രൊജക്ഷനും ഒക്കെ ചേർന്നിരിക്കും. അവിടുത്തെ ഒരു പ്രൊജക്ടർ നല്ലതല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ശരിക്കും പടത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ചെയ്യും. റിവ്യൂവിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ മേക്കേഴ്സ് ഉദ്ദേശിച്ച ഒരു സാധനം ആൾക്കാരിലേക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ചിലപ്പോൾ ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡിന്റെ ആയിരിക്കും. അത് ആ കിട്ടുന്ന ഫീൽ ഡിഫറെന്റ് ആയിരിക്കാം. അത് പക്ഷേ ഇരുട്ടത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ അതങ്ങനെ കുറേ തിയേറ്റേഴ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഭയങ്കര ലോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന തിയേറ്ററിന് നമ്മളത് ഔട്ട് പുറത്ത് വിടുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഔട്ടല്ലേ പുറത്ത് വിടാൻ പറ്റില്ല. എല്ലാ തിയേറ്റേഴ്സിനും വേണ്ടിയിട്ട് ഔട്ട് പുറത്ത് വിടാൻ പറ്റത്തില്ല. എന്തോരം തിയേറ്റേഴ്സ്. അപ്പോൾ ഇതിനകത്തൊരു സ്റ്റാൻഡർഡൈസേഷൻ അവിടെ വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡർഡൈസേഷനിൽ നിന്നിട്ടാണ് നമ്മൾ ഗ്രേഡ് ചെയ്യുക, അതിൻ്റെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഹ്യൂമർ കൈൻഡ് ഓഫ് സിനിമയാണെങ്കിൽ ചിലപ്പോൾ ഫുള്ളി ലിറ്റപ്പൊക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് കുറേ ഡ്രാമ നമുക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ഡ്രാമ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് സിറ്റുവേഷനിലാണ് ഡ്രാമ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് ലൈറ്റ് ചെയ്താൽ അതിൻ്റെ ഡ്രാമ പോകും. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത്. ഇപ്പോൾ തീ കത്തുന്ന ഒരു സ്ഥലത്ത് തീ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അവിടെ നമ്മൾ വേറൊരു സോഴ്സ് ഓഫ് ലൈറ്റ് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ ഒരു ഹ്യൂമർ പടം ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പുറത്ത് തീ കത്തുന്നു, ഇവിടെ ഇത്തിരി ലൈറ്റൊക്കെ വെച്ച് ബ്രൈറ്റായിട്ട് ഇട്ടാൽ കുഴപ്പമില്ല, ഫൈൻ. പക്ഷേ ഇങ്ങനെ ഒരു ഡ്രാമ നടക്കുമ്പോൾ അങ്ങനൊരു ഫുൾ ഫ്ലാറ്റായിട്ട് നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ അത് ഈ പ്രോജക്റ്റിന് ഭയങ്കര നെഗറ്റീവായിട്ട് സംഭവിക്കും. അപ്പോൾ നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രോജക്റ്റിനെയാണ്. അപ്പം ഞാനത് ചെയ്തിട്ടുള്ളൂ മൊത്തത്തിൽ. പക്ഷേ ഇങ്ങനെയുള്ള തിയേറ്റേഴ്സിനകത്ത് അത് വരുമ്പോൾ അറിയില്ല. അപ്പോൾ ഒരു ചോദ്യം കൂടെ ആഡ് ചെയ്യുക. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നു, ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും കഷ്ടപ്പെട്ടൊരു ഔട്ട് വന്നപ്പം പലപ്പോഴും പല തിയേറ്ററിലും ഔട്ട് കറക്റ്റല്ല. അപ്പോൾ ഇനി അടുത്തൊരു പടം ചെയ്യുമ്പോൾ ഇത് മനസ്സിലുണ്ടാവുമോ? ഇത് ആദ്യം മുതൽ തുടങ്ങിയത്. ഇന്നിപ്പോൾ നിങ്ങൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇങ്ങനൊരു വലിയ പരിപാടിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നു. ഇതേ പരിപാടികൾ തന്നെയാണ് ഞാൻ ആദ്യത്തെ മറ്റേ സിറ്റി ഓഫ് ഗോഡ് ചെയ്യുമ്പോഴും അമർ അക്ബറോൺ എന്ന് ചെയ്യുമ്പോഴും എസ്ര ഞാൻ വളരെ മിനിമൽ ലൈറ്റ് സോഴ്സിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. മിനിമൽ ഇൻ ദ സെൻസ് ലോ ലൈറ്റിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അതൊന്നും ചില തിയേറ്ററിൽ കണ്ടതേ ഇല്ല. അത് പക്ഷേ അങ്ങനെയാണത് സിനിമ ചെയ്യേണ്ടത്. ആ സിനിമ ഇപ്പോൾ അമർ അക്ബർ എന്നു ചെയ്യുമ്പോഴല്ല എസ്ര ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജെയിംസ് ആൻഡ് ആലിസ് ചെയ്യുമ്പോഴല്ല എസ്ര ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. അത് പക്ഷേ നമുക്ക് നല്ല സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ലെങ്കിൽ ഇത് മിസ്സാവും. മാറി വരട്ടെ എന്ന് വിശ്വസിക്കുന്ന ഉറപ്പായിട്ടും ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു വിപ്ലവം ഉണ്ടാകണം. തീർച്ചയായിട്ടും അത് മാറും. അതാണ് സാറിനോട് ചോദിച്ചത്. ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷനായിട്ടൊക്കെ പോകുമ്പോൾ അത് ഇനി അപ്രൂവ് ആയി ആൾക്കാരെ മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് കാണുന്ന ജനങ്ങൾ ഒരു റെവല്യൂഷൻ പോലെ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മീഡിയാസൊക്കെയാണ് അത് ആക്ച്വലി പറയേണ്ടത്. ഇതിങ്ങനെയുള്ള സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്, നിങ്ങൾ അങ്ങനെയുള്ള തിയേറ്ററിൽ പോയി കാണണം, മറ്റ് തിയേറ്ററിനെ അവോയ്ഡ് ചെയ്യണം എന്ന് നിങ്ങൾ പറയണം. തീർച്ചയായും. അതുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ ഞാൻ പറഞ്ഞത്. കാരണം അത് കണ്ടിട്ട് എനിക്ക് വിഷമമായി. കാരണം ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഷോ ചെന്നിരുന്ന് കണ്ടതൊരു ഇവിടെ കേരളത്തിലൊരു വലിയ തിയേറ്ററിലാണ്. അവിടെ ഭയങ്കര വേഴ്സ് ക്വാളിറ്റിയാണ്. അതുമല്ല ഞങ്ങൾ അതിനകത്ത് പല സാധനങ്ങളും ഇപ്പോൾ ഇല്ല. ലെഫ്റ്റും റൈറ്റും കട്ടായിട്ടാണ് കാണുന്നത്. കട്ടായിട്ടാണ് വരുന്നത്. റേഷ്യോ ഡിഫറെൻ്റ് ആണ്. ലൈറ്റ് കുറവാണ്. സൗണ്ട് ഇല്ല. പിന്നെ എന്താണ് ഈ ആൾക്കാർ കാണുന്നത്? ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പോയി സൗണ്ട് കൂട്ടി വെക്ക്, മറ്റേ ബ്രൈറ്റ് കൂട്ടി വെക്ക് എന്ന് എത്ര തിയേറ്ററിൽ പോയിരുന്നു നമുക്ക് പറയാൻ പറ്റും. അതെ. പക്ഷേ ഇതേ സെയിം ടൈം നമ്മളിപ്പം ഇത് ബ്രൈറ്റ് ഇതിന് വേണ്ടിയിട്ട് ബ്രൈറ്റ് കൂട്ടി വെച്ചെന്ന് വിചാരിക്കുക, മറ്റേ തിയേറ്ററിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന തിയേറ്ററുകളിൽ കാണുമ്പോൾ അത് ഭയങ്കര ബ്ലീച്ചായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ അവരോട് ചെയ്യുന്ന നീതികേടല്ലേ. അങ്ങനെ ഒരു രണ്ട് തരത്തിലുള്ള തിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടായാൽ ഓക്കെ, എ തിയേറ്ററിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാം, ബി തിയേറ്ററിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാം, അത് ചിലപ്പോൾ പറ്റുമായിരിക്കാം. കാരണം എനിക്കുള്ളൊരു മീഡിയ ഇതാണ്. കാരണം നമുക്കത് പറഞ്ഞില്ലേ മോശമായി പോകുന്നു തോന്നി എനിക്ക് ആദ്യത്തെ രീതിയിൽ തന്നെ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോമൺ മാൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ. നിങ്ങൾക്കാണത് പറയാൻ പറ്റുന്നത്. നിങ്ങൾ പറയുന്നതോടുകൂടി, ഒരാൾ തുടങ്ങുന്നതോടുകൂടി നിങ്ങളുടെ പുറകിൽ ഇഷ്ടംപോലെ ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഉറപ്പായിട്ട് പറഞ്ഞോളൂ. ഓക്കെ, ഇതിനൊക്കെ അപ്പുറം നമുക്ക് ഇനി തിരിച്ച് സിനിമയിലേക്ക് എത്താം. സിനിമ എന്ന് പറഞ്ഞാൽ ക്യാൻവാസ് അത്രയും വലുതാണ്ട്, സെറ്റുകൾ അത്രയും വലുതായിരുന്നു. എനിക്ക് പറയുകയാണെങ്കിൽ മറ്റേ ഇറാഖിലിട്ട ചർച്ചിൻ്റെ ആ ഒരു സെറ്റ് ഇട്ടത്, അയ്യോ അത് ഭയങ്കര, എനിക്ക് അതിൻ്റെ ലൈറ്റിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ലാലേട്ടൻ വന്ന് നിൽക്കുന്നത്, ഗണ്ണുകൊണ്ട് വന്ന് നിൽക്കുന്ന മറ്റേ റേ ഓഫ് ലൈറ്റ് അടിക്കുന്നത്, അത് കണ്ട സമയത്ത് തന്നെ ഓൾറെഡി ട്രെയിലറിൽ ആ ഒരു മാസ് സാധനമുണ്ട്. നമ്മൾ തിയേറ്ററിൽ കണ്ട സമയത്ത് തോന്നിയൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇത് സെറ്റാന്ന് നമുക്ക് മനസ്സിലായി. ഐ മീൻ നമുക്ക് പിന്നെ ഇൻ്റർവ്യൂ മനസ്സിലാവും, ഒരിക്കലും അല്ല മനസ്സിലാവില്ല. ഈ സെറ്റിലപ്പോൾ ഈ ലൈറ്റ് ചെയ്യാനൊക്കെ ഉള്ള പാട്, കാരണം സെറ്റല്ലേ, നമുക്ക് ചിലപ്പോൾ ലൈറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ റേ ഓഫ് ലൈറ്റ് വരുന്നത്, അപ്പോൾ അതൊക്കെ ഒറിജിനൽ ആയിരുന്നു. ആ റേ ഓഫ് ലൈറ്റുകൾ, ലൈറ്റ്സ്, അതിൻ്റെ ഡിഫിക്കൽട്ടീസ്. നമ്മൾ കാണുന്ന എല്ലാ സിനിമകളും മിക്കവാറും എല്ലാ സിനിമകളും ഇങ്ങനെയുള്ള ഹ്യൂജ് പരിപാടികൾ സെറ്റിനകത്താണ് സംഭവിക്കാറ്. ചിലർ അതിൽ പകുതി സെറ്റ് ഇട്ടിട്ട് ബാക്കി VFX ചെയ്യും, ഇതൊക്കെയാണ്. പക്ഷെ ഞങ്ങളുടെ ഇതെന്ന് പറയുന്നത് ഫുൾ സെറ്റ് ഇട്ടു. ഞങ്ങൾക്കത് കുറേ അധികം ആവശ്യങ്ങളുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ ഒരു ആ ഫുൾ ഹൈറ്റിൽ തന്നെയാണ് സെറ്റ് ഇട്ടിരിക്കുന്നത്. അതാണ് അത്ര ഹൈറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റ് ഒരിക്കലും മേളിൽ നിന്ന് എക്സാക്ട്ലി. അപ്പോൾ അതിപ്പോൾ നമുക്കൊരു ഇപ്പം പൃഥ്വിരാജ് എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഒരു കൺവെൻഷനാണ്. അതിനകത്ത് എനിക്ക് റേസ് ലൈറ്റ്സ് ആണ് വേണ്ടത്, അധികം ബ്രൈറ്റ് ആകരുത്, അറിയാലോ, അതിൻ്റെ ഡ്രാമ എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആസ് എ സിനിമാറ്റോഗ്രാഫർ പുള്ളിയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സോഴ്സസ് നമ്മൾ ഉണ്ടാക്കണം. ഇങ്ങനൊരു വലിയ സിനിമയ്ക്കകത്ത് നമ്മൾ വെറുതെ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാര്യം ഇറ്റ് വാസ് എ ഹ്യൂജ് സെറ്റ് ആൻഡ് ബ്രില്യൻ്റ്ലി മെയ്ഡ്. അതെ തീർച്ചയായും. അപ്പോൾ അതിനകത്ത് ഞങ്ങളൊരു 6-7 വലിയ ഇൻഡസ്ട്രിയൽ ക്രെയിൻസ് അതിൻ്റെ പുറകിൽ അതിൻ്റെ ഔട്ട് സൈഡിൽ കൊണ്ടുവച്ചിട്ട് അതിനകത്ത് മുകളിൽ ലൈറ്റ് കയറ്റി. പിന്നെ അതിനകത്ത് കുറേ പണിയുണ്ട്. ശരിക്കും ഈ ചർച്ച അവസാനം നമ്മൾ വന്ന് പൊട്ടിച്ച് കളയത്തില്ലേ? വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ സെറ്റ് ഇട്ടിട്ട് ഉറപ്പല്ലേ. കാര്യം ഇതിനകത്ത് നമ്മൾ എന്തോരം മെനക്കെട്ടതാണ്, എന്തോരം എഫേർട്ട് ഇട്ടതാണ് മൊത്തത്തില്. അതെ, ആ ചർച്ച എന്ന് പറയുമ്പോൾ സാധാരണ അതൊരു സിംഗിൾ ഷോട്ടേ പറ്റൂ, അത് കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാവില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അതിനകത്ത് ഒരുപാട് മറ്റേ സ്പെഷ്യൽ എഫക്ട്സ് ടീമും ഒക്കെ ആദ്യമേ വന്ന് പ്രിപ്പയറായി, അങ്ങനെ മൊത്തത്തിലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ പ്ലാനിങ്, അങ്ങനെ ഒരു പ്ലാനിങ് ഉള്ളതുകൊണ്ടാവട്ടോ നിങ്ങൾക്ക് ഇങ്ങനൊരു വിഷ്വൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടുന്ന. അതെ, എനിക്ക് അത് ചോദിക്കല്ലേ, വൈ സിംഗിൾ ഷോട്ട് എന്ന പടം ശരിക്കും ആ ഒരു ഗൂസ്ബംസ് നമുക്ക് തന്നു. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് തുടങ്ങുന്നത് തന്നെ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന പ്ലസ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കതൊരു വലിയ ഒരു ചലഞ്ചായിരുന്നു. കാരണം നമുക്ക് വൺസ് ഇത് പൊട്ടിച്ചാൽ പിന്നെ തിരിച്ചു പോക്കില്ല. തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ പിന്നെ റീബിൽഡിംഗ് ആണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുക്കാമെന്നുള്ളൊരു കൺവെൻഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ തന്നെ നമുക്ക് കട്ട് ഷോട്ട്സ് ആകാതെ? രാജു ഈ സിനിമ ഫസ്റ്റ് നറേറ്റ് ചെയ്യുന്ന ദിവസം മുതൽ പറഞ്ഞൊരു ഷോട്ടാണത്. ഈ സിനിമയിലുള്ള മിക്കവാറും എല്ലാ ഷോട്ട്സും ഫസ്റ്റ് നറേഷൻ പറയുന്നത് മുതലുള്ളത് തന്നെയാണ്. ഒരു ചേഞ്ചും ഇല്ല. ചെറിയ ചേഞ്ച് നമ്മളവിടെ ലൊക്കേഷനിൽ പോകുമ്പോൾ ചില സാധനങ്ങൾക്ക് മാത്രം ചെറിയൊരു ചേഞ്ച് എന്നേ ഉള്ളൂ. പക്ഷേ ഈ ഷോട്ട് എന്ന് പറയുന്നത് ആദ്യം മുതൽ നമ്മളോട് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു സിനിമയിൽ ഇതുവരെ വർക്ക് ചെയ്ത ഒരു സിനിമയിലും
ഒരു ഷോട്ട് നന്നായിട്ട് അച്ചീവ് ചെയ്തിട്ട് ഞാനൊന്ന് വാ ഒന്ന് പൊട്ടി അറമാദിച്ചിട്ടില്ല. പക്ഷേ ഈ ഷോട്ട് ആസ് എ ഡയറക്ടർ പുള്ളി മനസ്സിൽ കാണുന്ന ഒരു ഷോട്ട് അതുപോലെ നമുക്ക് കൃത്യമായിട്ടും മാനേജ് ചെയ്യാൻ പറ്റി, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ള സ്ഥലത്ത് ഞാൻ എൻ്റെ കൈവിട്ടുപോയി. അത് ഇറ്റ് വാസ് റിയലി അത് എക്സിക്യൂട്ട് ചെയ്ത് സക്സസ് ആയെന്ന് മാത്രമല്ല, അതിന് മുകളിലൊരു വാക്ക് പറയണം. കാരണം ആ ബ്ലാസ്റ്റിംഗ് ടൈമിൽ നമ്മുടെ നെഞ്ചിൽ പെട്ടെന്ന് കിട്ടും ആ സാധനം. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പെട്ടെന്ന് ഒരു സാധനം വരുന്നു, സിംഗിളി കയറി വന്നിട്ട് ഒറ്റ ദാറ്റ് വാസ് പെർഫെക്റ്റ് ടൈമിങ്, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ. അതപ്പോൾ ഞാൻ ആലോചിച്ചറിഞ്ഞാൽ എത്ര ടീം അതിനുവേണ്ടിയുള്ളൊരു ബാക്കിൽ പണിയെടുത്തിട്ടുണ്ടാവുമെന്നാണ്. അതേ പറഞ്ഞു, ക്യാമറ കറങ്ങി വരുന്നു, ചെറിയ സാധനമല്ല. ഇത്രയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യണം. അത് ഒരു 1-2 ദിവസം അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ആ മൂവ്മെൻറ്റ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ മൂവ്മെൻറ്റ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ആ മൂവ്മെൻറ്റ്സ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അത് കിട്ടത്തില്ല. അപ്പം അതിനകത്ത് മോശം വരുന്ന മറ്റേ ജൂനിയേഴ്സിന് ആർട്ടിസ്റ്റിനെ മാറ്റി പ്ലേസ് ചെയ്ത് വേറെ ആർട്ടിസ്റ്റിനെ ഇട്ടു, എന്നിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റാക്കി നടന്നു വരുന്ന ആൾക്കാർ അവിടെ നിന്ന് പറഞ്ഞ് കുറച്ചിങ്ങോട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കറക്ഷൻ ചെയ്തൊരു എനിക്ക് തോന്നുന്നു 10-20 പ്രാവശ്യം ഒരു റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട് ടോട്ടൽ. പിന്നെ ഞങ്ങളുടെ ടീം വന്നിട്ട് ഞങ്ങൾ അതിൻ്റെ കറക്ഷൻസും മറ്റു കാര്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ആ തിയേറ്റർ ഇളക്കി മറിച്ച ഒരു സാധനമാണ് ഫൈറ്റാണ്. ആ ഫയർ ഫൈറ്റ് കാട്ടിലുള്ള കാടിനകത്ത് അമ്മോ, സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു പീക്ക് ലെവലിൽ നമുക്ക് കിട്ടിയ ഒരു സാധനമാണ്. അതെങ്ങനെയുണ്ട് സാർ എക്സ്പീരിയൻസ്? ആ ഒരു കാരണം ഫോറസ്റ്റിലാണ് ഒന്നത്തെ കാര്യം, ഫോറസ്റ്റാണ് 1, 2 രാത്രിയാണ്, 3 ലാലേട്ടനാണ്. നമുക്കത് പിന്നെ ഒന്നാം സിനിമയിലെ ഏറ്റവും നല്ല പീക്ക് മൊമെൻ്റ് ആണത്, ഒരു ഗൂസ്ബംപ് മൊമെൻ്റ് ആണ് അത്. അവിടെ സ്റ്റീഫൻ നെടുമ്പള്ളി ഉണ്ടാകുക എന്നുള്ളത്, എസ്പെഷ്യലി ലാലേട്ടൻ മുണ്ടെടുത്തുണ്ടാകുക എന്നുള്ളത്. അമ്മോ അത് അതെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മഞ്ജുവിൻ്റെ ലുക്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ട്രീറ്റാണ് കടവുള പോലെ. അത് അങ്ങനെയാണ് നമുക്കത് തോന്നുന്നത്. അങ്ങനെ ഒരു ഗോഡ് ഇമേജാണ് ആക്ച്വലി അവിടെ ഉള്ളത്. അപ്പോൾ ആ ഗോഡ് ഇമേജിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ ആ മറ്റേ പുറകിൽ കത്തുന്ന ലൈറ്റും ഇതൊക്കെ ആയിട്ട്. അതൊരു വെൽ പ്ലാൻഡ് പരിപാടിയാണ്. ഒരു നൈറ്റ് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേറെ സോഴ്സ് ഓഫ് വട്ടങ്ങൾ അല്ലെങ്കിൽ മൂൺ ലൈറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുക, അല്ലെങ്കിൽ അതിനൊന്ന് കത്തിച്ചിടും. പക്ഷേ ഇവിടെ ഇത് യൂസ് ചെയ്തത് ഫയറാണ്. അതെ, ഫയറിനെ സില്ലൗട്ടിലോട്ട് ലാലേട്ടനെ ആക്കിയിട്ട്, അയ്യോ ആ സില്ലൗട്ടൊക്കെ വേറെ ലെവൽ സാധനമായിരുന്നു കേട്ടോ. ലൈക്ക് ലിറ്ററലി ലാലേട്ടൻ നിൽക്കുമ്പോൾ അതെ പറഞ്ഞ ഇത് ഫുള്ളി ലിറ്റപ്പ് ആവണമെന്നില്ല. ലാലേട്ടൻ അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പവറുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ വേറെ ആര് നിന്നാലും നമുക്കത് കിട്ടത്തില്ല, വേറെ ആര് നിന്നാലും. കാര്യം ലാലേട്ടൻ്റെ ആ ഒരു ഇച്ചിരി ഒരു തോളൊക്കെ ചരിഞ്ഞുള്ളൊരു നിൽപ്പും കൈയുടെ വേറൊരു നമുക്ക് എങ്ങനെ നിന്നാലും കിട്ടത്തില്ലേ. പക്ഷെ പുള്ളി നിൽക്കുമ്പോൾ പുള്ളി ഒരു ഭയങ്കര ഗോഡ് ഇമേജിലാണ് നിൽക്കുക. ഈ ലൈറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഫയറാണ്. സോ ഫയറിന് വേണ്ടി സാർ എന്തായിരിക്കും യൂസ് ചെയ്ത്? ആ ഒരു കാടിനകത്തൊരു മരം കത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അടുത്തുള്ള മരങ്ങൾ കത്തരുത്, അടുത്തുള്ള ഒരു ചെടിക്കും ദോഷം സംഭവിക്കരുത്, ഒറിജിനൽ മരം നമ്മൾ കത്തിക്കാൻ പാടില്ല, അങ്ങനെ ഒരു മരത്തിനെ ഹാം ചെയ്യാനായിട്ട് നമ്മളൊന്നും ചെയ്യരുത്. അത് നമ്മൾ എപ്പോഴും നമ്മുടെ കൾച്ചറിലുള്ളൊരു പരിപാടിയല്ല. അപ്പം അതിനകത്ത് നമ്മുടെ സിനിമയുടെ ഒരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളൊരു 10-12-13 ദിവസം അവിടെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം മരം കത്തുകയും വേണം. അതാണല്ലോ സിനിമ. നിങ്ങൾക്ക് ചില സർപ്രൈസുകൾ തരുന്നതാണല്ലോ സിനിമ. സാർ അപ്പോൾ നമ്മൾ സാറിൽ നിന്ന് കേട്ടിരുന്നു, അപ്പോൾ നമ്മളിങ്ങനെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും ഇങ്ങനെയാണെങ്കിലും നമ്മൾ കുറേ ക്യാമറാസ് യൂസ് ചെയ്തിരുന്ന സമയങ്ങളിൽ സാർ നമുക്ക് ക്യാമറ എന്തൊക്കെയാണ് ഐഫോണിൽ ഷൂട്ട് ചെയ്യുമെന്ന് കേട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഈ ആസ്പയറിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും പറയുന്നത് ടെക്നോളജി അല്ല, നമ്മളുടെ കഴിവാണ്. നമ്മുടെ കയ്യിൽ എന്തുണ്ട് അത് വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പഠിക്കണമെന്നാണ്. അല്ല, ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ ഡ്രോണിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ക്യാമറയാണ്. അതുപോലെ FPV എന്ന് പറഞ്ഞൊരു സാധനത്തിനകത്ത് നമ്മൾ വെക്കേണ്ട ക്യാമറ ഗോപ്രോ കാണാം. ചില വണ്ടികൾ വന്ന് വീഴുന്ന ഇതിനൊക്കെ നമ്മുടെ ഇത്ര എക്സ്പെൻസീവായിട്ട് ക്യാമറ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് ചില കാര്യങ്ങൾ നമ്മൾ ഗോപ്രോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഐഫോൺ ഉപയോഗിക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അവിടെ ഐഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഐഫോൺ ഇങ്ങനെ കട്ട് ഷോട്ട്സിന് വേണ്ടിയിട്ടായിരുന്നു അതോ മെയിൻ സീക്വൻസ്? അല്ലാതെ നിങ്ങളൊന്ന് കണ്ടിട്ട് ഇത് ഐഫോൺ ആയിരിക്കും എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ടാണ് ഞാൻ ആ സമയത്ത് പറയാം. അല്ല, എനിക്കത് ശരിക്കും തോന്നിയ ഒരു സംശയമാണ്. എന്നാൽ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാമറാസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് മാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമോ എന്ന്. കാരണം പല റേഞ്ചിലുള്ള ക്യാമറാസ് അല്ലേ. ഉറപ്പായിട്ടും. അപ്പം ഇത് വരുന്ന സമയത്ത് നമുക്ക് കളർ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇത് മാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ശരിക്കും മാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ട് തരണം ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ചലഞ്ച്. അതെ. സാർ, അതുപോലെ തന്നെ നമ്മൾ പിന്നെ പറയുമ്പോൾ നമ്മൾ ഗുജറാത്തിലെ ആ വീട് ഭീകര ഒരു വീടായിരുന്നു. ആ വീടാണ് നമ്മൾ അവസാനം അവിടെ ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാനത് കേട്ടിരുന്നു, ആ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിരുന്നു, ഇത് ഫുള്ള് നമ്മളെ ഗാർഡൻ ഫുള്ള്
ക്ലിയർ ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആദ്യം അവരെല്ലാം മാണിയും വാവ എന്ന് പറഞ്ഞ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറും കൂടി പോയാൽ കണ്ടുപിടിക്കുന്നത്. അവിടെ അതിൻ്റെ ടോട്ടലി ഫ്രണ്ട് ഏരിയ മുഴുവൻ ഗാർഡനായിരുന്നു, വലിയൊരു ഗാർഡനായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും ഞങ്ങൾ മണിയോട് ചോദിക്കുമ്പോൾ മണി പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പെർമിഷൻ മേടിച്ചിട്ടുണ്ട്, ഞങ്ങളിതെല്ലാം മാറ്റി പ്ലേസ് ചെയ്തിട്ട് മാറ്റി പ്ലാന്റ് ചെയ്തിട്ട് തിരിച്ച് അത് റീപ്ലാന്റ് ചെയ്ത് കൊടുക്കും, ഒന്നും പേടിക്കേണ്ട, എല്ലാം ഓക്കെയാണ്. അത് തന്നെ വലിയൊരു സാധനം. അത് പിന്നെ അല്ല, അങ്ങനെ തോട്ട് പ്രോസസ്സ് വേണമല്ലോ. ഇവിടെ ഇത് ചെയ്യാൻ പറ്റും, ചോദിച്ചാൽ ചിലപ്പോൾ അവർ സമ്മതിക്കുമായിരിക്കും. അങ്ങനെ സമ്മതിപ്പിച്ച് അവരെ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്തൊരു ചലഞ്ചുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ സാധാരണ ഞാൻ പണ്ടിങ്ങനെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സാധാരണ ഒരു സ്ഥലത്തൊരു ഒരു ടീം ഷൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ സ്ഥലം ഷൂട്ടിൽ കൊടുക്കത്തില്ലെന്ന്. പക്ഷേ ഇത് നേരെ തിരിച്ചായി, അവിടെ എന്താണോ എടുത്ത് വെച്ചത് തിരിച്ച് അതുപോലെ വെച്ചു. അതുപോലെ തന്നെ സാർ നമ്മളിപ്പം ഇങ്ങനെ പല ക്ലൈമറ്റിൽ കൂടാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പം പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ പെട്ടെന്നോട്ടൊന്നായിരുന്നു വരുന്നത്. അപ്പോൾ ഈ ക്ലൈമറ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ടോ ഈ ഒരു നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റീനെ? എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത് മിക്കവാറും എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട് ക്ലൈമറ്റ് ഇഷ്യൂ. ക്ലൈമറ്റ് ഇഷ്യൂ ഇൻ ദ സെൻസ് നമുക്ക് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത് ക്ലൗഡ് വന്ന് മറ്റേ അണ്ടർലൈറ്റായി പോവുക, അല്ലെങ്കിൽ ഫുള്ളി ക്ലൗഡി ആയി നമുക്കൊരു ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, ലൈറ്റേ ഇല്ല. ഇത്തരം സിനിമകൾക്കെല്ലാം പലപ്പോഴും നമുക്ക് വരുന്ന ലൈറ്റ് സോഴ്സ് ആക്ച്വലി അതിൻ്റെ ഒരു മൂഡിനെ എപ്പോഴും എൻഹാൻസ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ നേരത്തെ കാണുന്ന സ്ഥലങ്ങൾ, നേരത്തെ ലൊക്കേഷൻ കാണാൻ പോകുന്ന സമയത്ത് കാണുന്നതായിരിക്കത്തില്ലോ തിരിച്ചിവിടെ. ഒരിക്കലുമില്ല. അതായത് ഇന്ന് ഞങ്ങൾ പോയി എല്ലാം പ്ലാൻ ചെയ്തിട്ട് രണ്ടാമതും അടുത്ത ദിവസം രാവിലെ പോകുമ്പോൾ ഫുൾ ഡള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് മടങ്ങിപ്പോകണോ എന്നാലോചിച്ച ദിവസങ്ങളുണ്ട്. ആ ലൈറ്റ് ഡള്ളായത് കാരണം ഷൂട്ട് നിർത്തിവെക്കേണ്ടി വന്ന ദിവസങ്ങളുണ്ട് നമുക്ക് പല ലൊക്കേഷനുകളിലാണ്. പിന്നെ മഴ കാരണം ഷൂട്ട് വെക്കേണ്ടി വന്ന ദിവസങ്ങളുണ്ട്. ഒരു ലൊക്കേഷൻ തന്നെ ഒരു തവണ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു പോയി വീണ്ടും ആ ലൊക്കേഷനിലേക്ക് വന്ന് ഷൂട്ട് ചെയ്യേണ്ടത് ഉണ്ടായിട്ടുണ്ട്. ക്ലൈമറ്റ് ഒരു വലിയ ഘടകമാണ്, ഇങ്ങനെ ഒരു വലിയ സിനിമ ചെയ്യുമ്പോൾ എസ്പെഷ്യലി വലിയൊരു ഘടകമാണ്. ഇത്രയും വലിയൊരു പടം ശരിക്കും പറഞ്ഞാൽ വേറൊരു ലാംഗ്വേജിലായിരുന്നെങ്കിൽ 150 ദിവസം കൊണ്ടും തീരത്തില്ല. ഒരിക്കലുമില്ല. അത് ചിലപ്പോൾ 1 ഇയറോ അല്ലെങ്കിൽ ആ ഒരു അത്രയ്ക്ക് പ്രഷർ എങ്ങനെയാണ് സാർ ഉണ്ടായിരുന്നു? നമുക്ക് ആ ഒരു പ്രഷറിനെ ക്രിയേറ്റിവിറ്റിയെ ബാധിച്ചോ? പ്രഷറും ക്രിയേറ്റിവിറ്റിയും രണ്ടും ഇല്ല, ഒരിക്കലും അങ്ങനെ ഈ സിനിമയ്ക്ക് അങ്ങനെ ബാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉള്ളൊരു കക്ഷിയാണ്. ആദ്യം തുടക്കം മുതൽ നമുക്ക് നമ്മുടെ നറേഷനിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന ഷോട്ട്സാണ്, ഇവിടെ ഇങ്ങനെ വരണം എല്ലാ സാധനങ്ങളും ഡീറ്റെയിൽ ചെയ്ത് പറയും. അപ്പോൾ ഓരോ ലൊക്കേഷനിൽ അത് കഴിഞ്ഞിട്ട് ഓരോ ലൊക്കേഷനിൽ പോയിട്ടും ആ സീൻ പർട്ടിക്കുലർ സീൻ ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഇതാണ് നമ്മളുടെ ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള ഷോട്ട്സുകളാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ ക്രൂവും ഒരുമിച്ച് സഹകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ അവിടെ ഞങ്ങളുടെ ക്രൂ മൊത്തത്തിൽ മാറി നിന്നിട്ട് ഇല്ലല്ല ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ബ്രേക്ക് വേണം, ബ്രേക്ക് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു മൊമെൻ്റ് ആരെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെയാണ്. അതായത് 1.5 മണിക്കൂറാണ് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ ആൾക്കാരെടുക്കുക. എല്ലാ ദിവസവും 1.5 മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞിട്ട് എടുത്താൽ, ബ്രേക്ക് കൊടുത്തിട്ടില്ലാത്തതല്ല, പക്ഷെ അതിനകത്ത് നമ്മൾ റണ്ണിങ് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു പദം ഉപയോഗിക്കുക. അപ്പോൾ അവിടെ കൃത്യം ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് പോയി കഴിച്ചിട്ട് തിരിച്ചു വരാം. ഞാനൊക്കെ മിക്കവാറും എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും ട്രോളിയുടെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ ലൊക്കേഷനിൽ ലൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും കസേര മുകളിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. പക്ഷേ ആ ഒരു അനുഭവം സിനിമ മോഹി എന്ന രീതിയിൽ നമുക്ക് അത് അറിയുന്ന പോലും ഇല്ലല്ലോ. അല്ല, അതെന്തായാലും നിങ്ങൾ അറിയാൻ പോകുന്നില്ല. ഇതറിയുന്നത് അതിൻ്റെ പ്രൊഡക്ഷനായിരിക്കും അറിയുന്നത്. കാര്യം അങ്ങനെ ഒരു എഫേർട്ടും അല്ലെങ്കിൽ അങ്ങനെ സിൻസിയറിറ്റി നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത് കുറേ കൂടുതൽ ഷൂട്ട് ചെയ്യും, കുറേ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഇല്ലാണ്ടാക്കുക എന്ന് നമ്മുടെ എല്ലാവരുടെ ധാരണ ഉണ്ടായിരുന്നു. അതിന് എനിക്ക് ഭയങ്കരമായിട്ട് താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ കൂടെ സഹകരിച്ചിട്ടുള്ള എല്ലാ ക്രൂവിനോടും കൂടിയായിട്ടാണ്. അല്ല, ഇപ്പം നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞ സമയത്ത് ഇന്നലെ ആൻ്റണി പെരുമ്പാവൂർ സാറിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, 100 കോടി ക്ലബിൽ കയറിയെന്ന് പറഞ്ഞ്. ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? ഞാനൊക്കെ ഭാഗമാകുന്ന ഒരു സിനിമ അങ്ങനെ ഒരു 100 കോടി ക്ലബിലേക്ക് കയറുക, അതും വിത്തിൻ ഡേയ്സ് കയറുക എന്ന് പറയുന്നതിനകത്ത് അഭിമാനം, സന്തോഷം, എൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് എല്ലാ ഫീലിംഗും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അത് ഒരു മലയാളി എന്ന നിലയിൽ നമുക്കൊരു അഭിമാനം. എന്താണെന്ന് അറിയത്തില്ല, നമുക്കിത് കാണുമ്പോൾ കേൾക്കുമ്പോൾ ശരിക്കും ഞങ്ങളൊക്കെ ഒരു പാർട്ടായത് ഒരു പ്രേക്ഷകനായിട്ട് മാത്രമാണ്. പക്ഷേ ഇത് 100 കോടി നമ്മുടെ പടം, നമ്മുടെ ലാലേട്ടൻ്റെ പടം, അല്ലെങ്കിൽ ലിറ്ററലി നമ്മുടെ പടം. അതിനകത്ത് എനിക്ക് പാൻ ഇന്ത്യൻ ഒന്നും എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പടം അത് ആ ഒരു ലെവലിലേക്ക് റീച്ച് ചെയ്യാൻ. എക്സാക്ട്ലി. നമ്മളിവിടെ അതിനു മുമ്പ് നമ്മൾ മലയാളികൾ ആഘോഷിച്ചിരുന്നൊരു കാര്യം KGF വരുമ്പോൾ, അല്ലെങ്കിൽ ബാഹുബലി വരുമ്പോൾ, പുഷ്പ വരുമ്പോൾ, ഇതൊക്കെയാണ് അവിടെ പോയി ഒരുപാട് കളക്ട് ചെയ്തു. ദംഗൽ എന്ന് പറയുന്ന സിനിമ ഇത്രയും നന്നായിട്ട് കളക്ട് ചെയ്തു. അതിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത പടിയിലേക്കൊക്കെ നമ്മൾ മലയാള സിനിമ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു നല്ല വിഷനല്ല. അത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നൊരു കണ്ണീര് വരും, അല്ലെങ്കിൽ നമുക്കൊരു ഗൂസ്ബംസ് വരും. കാരണം അത് ശരിക്കും ഇതൊക്കെ നമ്മുടെയും കൂടെയാണ്, ആ ഒരു ഫീലുണ്ട്. അങ്ങനെയാണ് എല്ലാവരും സിനിമ കാണേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അങ്ങനെയാണ് കാണേണ്ടത് ശരിക്കും നമ്മുടെ എന്ന് പറഞ്ഞിട്ട്.
അത് പലപ്പോഴും അത് ആൾക്കാരെ വെച്ച് മാറി തിരിഞ്ഞ് വരുന്നുണ്ട്. ലൈക്ക് ലിറ്ററലി അവർ ഓരോരുത്തരുടെ അത് പിന്നെ അത് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരു സിനിമയും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് പറയുക എന്നുള്ളതേ പറ്റൂ. ഈ കാണുന്ന സിനിമ കാണാൻ വരുന്ന എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സിനിമയും ഉണ്ടായിട്ടില്ല. സാർ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ജോയിൻ ചെയ്ത് ചോദിക്കുകയാണ്, സാറിന് ഈ മുരളി ഗോപി സാറിൻ്റെ സ്ക്രിപ്റ്റുകൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം അതൊരു സിമ്പിൾ സ്ക്രിപ്റ്റ് ആയിരിക്കത്തില്ല, അതിന് ഒരുപാട് ലേയേഴ്സ് ഉണ്ടാവും. ഇനി നമുക്ക് അത് നമ്മൾ കാണുന്ന പ്രശ്നമല്ല, നമ്മൾ ഇച്ചോട്ടിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു സബ് ലെയർ ഉണ്ടാവും. വേറൊരു കഥയിൽ നിന്നൊരു ലെയർ. ഇപ്പോൾ ഇലുമിനാറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ തുടങ്ങുന്നത് തന്നെ അതിൻ്റെ വേർഡിങ്സിലാണ് തുടങ്ങുന്നത്. അപ്പം ഇങ്ങനെ അതിന് പക്ഷെ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ലെഫ്റ്റ് സിനിമ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 വീക്കിന് മുമ്പ് ആ തിയേറ്റർ വിടേണ്ടി വന്നു. അത് ഇഷ്യൂസ് കാരണം ചിലപ്പോൾ അത് പലപ്പോഴും നമ്മുടെ സ്ക്രിപ്റ്റിൽ പാർട്ടി, പൊളിറ്റിക്സ്, റിലീജിയൻ അതൊക്കെ ശരിക്കും സത്യസന്ധമായി കൊടുക്കുന്നുണ്ടുമായിരിക്കാം. പക്ഷേ ഇപ്പോൾ അതൊരു ഹെയ്റ്റ് ക്യാമ്പയിനിലോട്ട് മാറുന്നുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ട്? കാരണം ഞാനത് പറയാൻ റീസൺ, ഞാൻ 2-3 സ്ഥലങ്ങളിൽ കമൻറ്റുകൾ കണ്ടപ്പോൾ പല പേരുകൾ സെയിം കമൻറ്റിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കണ്ടു. അപ്പോൾ അത് ശരിക്കും ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയത്തിൽ. ഉറപ്പായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് അവർ അത്തരം ആളുകൾ അല്ലെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഒരു അത്തരം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈ സിനിമയായിട്ടല്ല കാണുന്നത്. അതുപോലെ നമ്മൾ ഒരു പാർട്ടിയെയും നമ്മൾ കൃത്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സിമ്പിൾസ് നമ്മൾ കൊടുക്കണമല്ലോ. നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ നമുക്ക് സംഭവിച്ചിട്ടുള്ള ചില രാഷ്ട്രീയത്തിൻ്റെ അവരുടെ ഇടപെടലുകൾ ഇതെല്ലാം നമുക്ക് എല്ലാ മനുഷ്യനും എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് അറിയാം. എന്നാലും നമ്മൾ ഒരിക്കലും ഇതൊന്നും കൃത്യമല്ല പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കഥയാണ്. ഈ കഥയിൽ രാഷ്ട്രീയ അതായത് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു സംഗതിയുടെ കഥയാണ് നമ്മൾ പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ ഒക്കെ കഥയാണ് പറയുന്നത്. അവിടെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പൊളിറ്റിക്കൽ ഡ്രാമയാണ് നമ്മൾ പറയാൻ പറ്റുന്നത്? ഇതൊരു കഥയായിട്ടല്ലേ കാണേണ്ടത്. സിനിമ വെറും ഹ്യൂമർ മാത്രമോ അല്ലെങ്കിൽ മറ്റേ കൊലപാതകം മാത്രമോ ഒന്നുമല്ലല്ലോ സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ വശങ്ങളില്ലേ. അപ്പോൾ നമുക്കിതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും സാർ? അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്ന് വെച്ചാൽ കണ്ടിഷ്ടപ്പെടുന്ന ഇതെല്ലാം ഒരു കോമൺ മാൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ. ആ കോമൺ മാനാണ് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈസിലി നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് എവിടെയും പറയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഹെയ്റ്റ് ക്യാമ്പിംഗ് നമുക്ക് അറിയാം. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ കോപ്പി പേസ്റ്റ് ആണെന്ന് നമുക്കറിയാം. പല സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട്. പലരും അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ഇതിന് മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും എഴുതി വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് പലരും ചർച്ച ചെയ്യാറുണ്ട്. അത് ഇന്നത് കൊണ്ടാണ് അവർ എഴുതിയിരിക്കുന്നതെന്നൊക്കെ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്ന് രാവിലെ എന്നെ ഇവിടുത്തെ ഒരു പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, സുഹൃത്തെ ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റുകയല്ല, നിങ്ങൾ അതിനെ ശക്തമായിട്ട് പ്രതികരിക്കണം. ഏതെങ്കിലും ചാനലിൽ എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും കയറിയിരുന്ന് പറഞ്ഞേക്കും ഇതിങ്ങനെയല്ല ഈ സിനിമയെ അപ്രോച്ച് ചെയ്യേണ്ടത്, എന്ത് മനോഹരമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, അതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്റെസ്പെക്റ്റ് നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്, അത് റെസ്പെക്റ്റ് ചെയ്യേണ്ടി വേണ്ട സിനിമയെ. ഒന്ന് ആലോചിച്ചാൽ ഈ കഥ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരു പൊളിറ്റിക്കൽ കഥ പറയുന്ന കൂട്ടത്തിൽ പൊളിറ്റിക്കലിനെ നമ്മൾ കൊണ്ടു നിൽക്കണ്ടേ? നമ്മൾ കേരളത്തിലല്ല ഇന്ത്യയിലില്ലാത്ത 2 പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അതാരെ വിശ്വസിക്കുക? റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് പറയുന്നതേ ഉള്ളൂ. അവരെയൊന്നും അല്ല പറയുന്നത്, അതിൻ്റെ ഒരു ഷെയ്ഡ് പറയുന്നതേ ഉള്ളൂ. ആ ഷെയ്ഡിനകത്തേക്ക് അവരവർക്ക് ധാരണ വയ്ക്കുന്നു. ഓക്കെ, ഞങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ്സ് അബൌട്ട് പൊളിറ്റിക്സ് ആണ്. അതെല്ലാം നമ്മൾ മുരളി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ പറയുന്ന പോലെ തന്നെ പൊളിറ്റിക്സും റിലീജിയനോടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചിലപ്പോൾ ഒരു പോയിസൺ ആകാം. അതെ, അത് ആക്കിയെടുക്കേണ്ട ആളുകൾ അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് അത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുമെന്ന്. കാര്യം നമുക്ക് പബ്ലിക്കിന് മനസ്സിലാകുന്നില്ല, കോമൺ മാൻ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അത്. അവരിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവരങ്ങനെ സിനിമയിൽ പറയുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ പലപ്പോഴും സാധാരണക്കാരുടെ ഉള്ളിലേക്ക് ചെല്ലും സാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പലരും ആദ്യത്തെ ദിവസം കാണണമെന്നില്ല സിനിമ. സാധാരണക്കാർ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ കാണുന്നത് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബൊക്കെയാണ്. ഇവർ ഈ തലയിൽ ഇതിങ്ങനെ കണ്ട് ഇവരുടെ തലയിൽ ഈ സാധനമാവും. പിന്നെ നമുക്ക് ആ ഓഡിയൻസ് തന്നെ ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ലീഗലി അല്ലെങ്കിൽ ചെയ്യേണ്ടതല്ലേ? എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. ലീഗലി അതിനെക്കുറിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കാര്യം എല്ലാവർക്കും ഓരോരോ അഭിപ്രായമുണ്ട്, സ്വാതന്ത്ര്യം. പക്ഷേ ഒരേ കമന്റ് 4 പേര് ഇടുവാണെങ്കിൽ അത് ഒരാളുടെ അഭിപ്രായമല്ല. അതിന് ഈ പറഞ്ഞു കേട്ടില്ല, നിങ്ങൾക്കിപ്പോൾ ഈ സിനിമ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിക്കണം. നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളതിനെക്കുറിച്ച് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഫെയർ, ഐ ഗസ്. കാരണം നമുക്ക് പറഞ്ഞല്ലോ സ്വാതന്ത്ര്യം. അതെ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. മറ്റുള്ളവരെ പോലെ തന്നെ നിങ്ങൾക്കും ആ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ സ്വാതന്ത്ര്യമില്ല. കാര്യം ഞങ്ങൾ അതിൻ്റെ മേക്കേഴ്സാണ്. പക്ഷേ സ്വാതന്ത്ര്യം വരുന്നൊരു സ്ഥലം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് തന്നെ, ഒരു കമന്റ് 4 പേരിടുമ്പോൾ അത് അല്ല, എന്നാൽ പോലും ഞങ്ങൾ മേക്കേഴ്സിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവർ
അത് നാല് പേരായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്കത് വിശകലനം ചെയ്യാം. നിങ്ങൾക്ക് ഈ സിനിമയിൽ നിന്നും പുറത്ത് നിൽക്കുന്ന ഒരു കക്ഷിയാണ് നിങ്ങൾക്കത് വിശകലനം ചെയ്യാം. നിങ്ങൾക്ക് പബ്ലിക്കിനോട് പറയാം ഇന്നതുപോലെയാണ് കാര്യം എന്നൊക്കെ പറയാം. ആസ് എ മേക്കർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ പാർട്ട് ഓഫ് ടീം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. സാർ ഈ പാർട്ടിയുടെ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു പോകുന്നതാണ് നമ്മൾ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഇത്രയും വലിയ ക്രൗഡാണ് കയറിയേക്കുന്നത് ഈ പാർട്ടിയുടെ. അതിന് VFX സാർ ഉണ്ടായിരുന്നു. VFX കാരണം ലൂസിഫറിൽ നമുക്ക് അങ്ങനെ ഒരു ചെറിയ ഫീൽ വരുന്നുണ്ടായിരുന്നു ആ ഒരു പാർട്ടിൽ അത്രയും ആൾക്കാരെ കാണിച്ചപ്പോൾ. പക്ഷെ എമ്പുരാൻ ഫ്രെയിമിൽ കണ്ടപ്പോൾ ഇറ്റ് വാസ് അമ്മോ, ഒന്നത് അനോമാർഫിക് കൂടെ ആയതുകൊണ്ട് നമുക്ക് ലൈക്ക് ലിറ്ററലി നമുക്ക് മൊത്തത്തിലുണ്ട്. അപ്പോൾ സാർ എങ്ങനെ ഉണ്ടായിരുന്നു അത്രയും ക്രൗഡിൻ്റെ ഒരു ഷൂട്ട്? അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ ക്ലോസ് എടുക്കാൻ നമുക്ക് പാടുണ്ടായിരുന്നോ? ഉറപ്പായിട്ടും നമുക്കൊരു 20,000 പീപ്പിളിനെ നമുക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഫീലാണ് കാണിക്കേണ്ടത്. നമ്മളിപ്പം അതിപ്പോൾ ഒരു മൊത്തത്തിലൊരു VFX ചെയ്തതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നല്ലതായിരിക്കില്ല. പക്ഷേ ഞങ്ങളൊരു മലയാള സിനിമയിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു 4,000-5,000 പേരെ വെച്ചിട്ടാണ് ഞങ്ങളത് ചെയ്തിരുന്നത്. പല സ്ഥലത്തു നിന്നിട്ട് ആൾക്കാർ വന്നു. എത്രയോ ബസ് അവിടെ ഇങ്ങനെ എത്രയോ ബസ് കണക്കിന് ആൾക്കാർ, അതല്ലാതെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ട്രെയിനിൽ ഓടുന്നൊക്കെ വന്നു. എന്നിട്ടൊരു വമ്പൻ ജനക്കൂട്ടത്തിന് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ജനക്കൂട്ടത്തിലോട്ടാണ് നമ്മൾ ഈ ക്യാമറ കൊണ്ട് പോകുന്നത്. പലരും പല വഴിക്കൊക്കെ പോവില്ല. അയ്യോ പിന്നെ അതിൻ്റെ കോമഡികൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ നമുക്ക് സിനിമ കഴിഞ്ഞ് പിന്നീടൊരു ദിവസം വിശദമായിട്ട് ചർച്ചയ്ക്ക് വെക്കാൻ പറ്റുന്നൊരു എപ്പിസോഡുണ്ട് അതിനകത്ത്. അപ്പോൾ സാർ ഇപ്പം ടോട്ടലി പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് ആസ് ആൻ ആക്ടർ ഓർ ഡയറക്ടർ. സാർ ആക്ടറായിട്ട് ആലിസൺ ജെയിംസിൽ വന്നു, ലൈക്ക് ലിറ്ററലി അനാർക്കലി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നു. ഒരു ഡയറക്ടറായിട്ട് മാറുന്നു. സാറിന് ഏതാണ് ഏറ്റവും ഇഷ്ടം? രണ്ടും രണ്ട് ഭാഗമല്ലേ, എന്നാലും ഒരാളല്ലേ ആണെങ്കിലും രണ്ട് പാർട്ട്. എനിക്ക് രണ്ട് കാര്യങ്ങളും രാജുവിന് ഇഷ്ടമാണ്. ആക്ടറായിട്ട് നിൽക്കുമ്പോൾ പുള്ളി ആക്ടറായിട്ടാണ് നിൽക്കുന്നത്, ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ പുള്ളി ഡയറക്ടറായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ എല്ലാ കൺവിക്ഷനും ഉണ്ട്. ആക്ടറായിട്ട് നിൽക്കുമ്പോൾ പുള്ളി നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും തരും. എല്ലാ സ്വാതന്ത്ര്യം തന്നതിന് ശേഷമാണ് പുള്ളി അതിനകത്ത് ഇൻവോൾവ് ചെയ്യുള്ളൂ. രണ്ടും രണ്ടായിട്ടാണ്. എനിക്ക് രണ്ടും ഇഷ്ടമാണ് രാജുവിന്. എന്നാലും ഒരു പൊടിക്ക് ഇഷ്ടം എന്ന് പറയത്തില്ല, നമുക്ക് എല്ലാവരിലും ഒരു ഞാൻ പുള്ളിയുടെ ബിസിനസ്മാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എല്ലാം നല്ലതല്ലേ. എനിക്ക് പുള്ളിയെ എല്ലാ കാര്യത്തിലും എനിക്കിഷ്ടം. എനിക്ക് അല്ലാതെ രാജു അത് ചെയ്ത് ശരിയായില്ല എനിക്ക് പറയാൻ ഇന്നേ വരെ ഒരു സാധനം എൻ്റെ കയ്യിലില്ല. ഞാനും പിന്നെ എങ്ങനെയാണ് നിങ്ങളടുത്ത് അത് ശരിയില്ല ഇത് കറക്റ്റാണ് എന്നിങ്ങനെ പറയുന്നത്? ആളുടെ പെർഫെക്ഷൻ. അതിനകത്ത് ലാൽ സാറ് പറഞ്ഞതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടൊരു വാക്ക്. എനിക്ക് പേഴ്സണൽ നിലയ്ക്കാണ് പുള്ളിയെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു. പക്ഷേ എനിക്കിത് രാജു ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം എനിക്കിഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും എല്ലാം സിനിമ. രാജു സിനിമയെക്കുറിച്ച് എല്ലാം സംസാരിക്കാറില്ല. നമ്മൾ വെറുതെ ഇരുന്ന് സംസാരിക്കുന്ന സിറ്റുവേഷനിൽ പോലും എന്തെങ്കിലും തുടങ്ങി പറഞ്ഞ് അവസാനിക്കുന്ന സിനിമയിലായിരിക്കും. പിന്നെ അത്തരം സിനിമകളെ കുറിച്ചായിരിക്കും ചർച്ച. അത്തരം വിഷ്വൽസിനെ കുറിച്ചിട്ടും അത്തരം ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ടും അത്തരം മറ്റേ ആക്ടേഴ്സിനെ കുറിച്ചിട്ടും കഥയെ കുറിച്ചിട്ടും ഡെപ്തിനെ കുറിച്ചിട്ടും ഒക്കെ ആയിരിക്കും പിന്നീട് അങ്ങോട്ട് പോകുന്ന ചർച്ച. നമ്മൾ വെറുതെ രണ്ട് ചെളിയടിച്ചിരിക്കാം എന്ന് പറയുന്ന സിറ്റുവേഷനിൽ പോലും എത്തിപ്പെടുന്നത് ഇങ്ങനെ. ലാലേട്ടൻ ഓറയെ പറ്റിയിട്ടുള്ള സാറിന് തോന്നിയത്? കാരണം സാറ് ഫ്രെയിം വെച്ചതാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾക്ക് വേറെ എത്രയൊക്കെ ആക്ടേഴ്സിന് കയറി വന്നാലും ലാൽ സാർ എന്ന് പറഞ്ഞത് ഈ അന്ന് മറ്റേ പാട്ടിലുള്ളതുപോലെ തന്നെ നെഞ്ചിനകത്ത് അതെ അതങ്ങനെ ഇരിക്കും. ലാലേട്ടനാണ് ചെറുപ്പം പോലെ. അല്ല, ഞാൻ ലാൽ സാറിൻ്റെ സിനിമ കണ്ട് വളർന്ന് പുള്ളി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എല്ലാ സിനിമയ്ക്കും പോയി ഇഷ്ടംപോലെ സിനിമകൾ ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ട് ന്യൂ തിയേറ്ററിൻ്റെ മതിൽ ചാടിക്കടന്ന് പോയി സിനിമ കണ്ടിട്ട് എല്ലാം മറ്റേ മുള്ളുവരി കൂടെയൊക്കെ ഇറങ്ങി കൈയൊക്കെ മുറിഞ്ഞിട്ടൊക്കെയുള്ള ശ്രീവിശാഖ് തിയേറ്ററിൽ എത്രത്തോളം നമ്മൾ അടിയുണ്ടാക്കിയിട്ടുണ്ട്. ടിക്കറ്റുണ്ട് ചെറിയ ഇതിൽ കൂടി കയറിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അദ്ദേഹത്തിനെ സ്നേഹിച്ചൊരു കക്ഷിയാണ് നമ്മൾ. പക്ഷെ ആ ഒരു ട്രാവൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര അടിപൊളിയാണല്ലേ. ഇവിടേക്ക് എത്താനുള്ള ട്രാവലായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. എന്തുകൊണ്ട് നമുക്കിങ്ങനൊരു അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ സിനിമയുടെ പാർട്ടാകാൻ പറ്റുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പാർട്ടാകാൻ പറ്റുന്നു എന്നുള്ളത് ഒരു ഭയങ്കര ഗ്രേസ് ആണ്. സർ, അപ്പോൾ അടുത്ത ചോദിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂർ. കാരണം ഇന്ന് വരെ മലയാളത്തിൽ ഇങ്ങനെ ഇത്രയും ഫണ്ടിങ് ഇറക്കിയ നമ്മളെ ഇതിലൊക്കെ പറയുന്നത് ഇത്രയും ഫണ്ടിങ് വേണം നമുക്ക് സിനിമ പുള്ളി ചെയ്യാനായിട്ട്. സോ എക്സ്പീരിയൻസ് പുള്ളിയാണ് ശരിക്കും എൻ്റെ ഇല്ലുമിനാറ്റി. കാര്യം ഇതിപ്പോൾ ഇത്രയും ഫണ്ടാകുമെന്ന് നോർമലി ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് അതാണ് പറയല്ലേ. അതെ എൻ്റെ പൊന്നു കുഞ്ഞ് താങ്ക് യു സോ മച്ച്, നല്ല കഥയായിട്ടോ, പക്ഷേ നമുക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കാം എന്ന് പറയും. പക്ഷേ ഇത് പറയുമ്പോൾ ഒന്ന് രാജുവിൻ്റെ അടുത്തുള്ള കൺവിക്ഷനാണത്, രാജുവിൻ്റെ അടുത്തുള്ള വിശ്വാസമാണത്. രണ്ട്, പുള്ളിക്കറിയാം ഇത് എവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും ലാൽ സാർ എന്ന് പറഞ്ഞ കക്ഷി നമുക്ക് എങ്ങനെ ഇത് കൊണ്ടെത്തിക്കാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ ഓവറെ നമുക്ക് എങ്ങനെ അതിനകത്ത് വിഷ്വൽ ചെയ്യാൻ പറ്റും, ഇതൊക്കെ പുള്ളിക്ക് അറിയാമല്ലോ. ഈ പുള്ളി എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള
ഇവിടുത്തെ സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല പ്രൊഡ്യൂസറാണ് പുള്ളി. കാര്യം അതങ്ങനെ ഒരു കക്ഷിയല്ലെങ്കിൽ, ഈ സിനിമയെ സ്നേഹിക്കുന്നത് പോലൊരു കക്ഷിയല്ലെങ്കിൽ, മാർക്കറ്റിംഗ് ഐഡിയ ഇല്ലാത്തൊരു കക്ഷിയാണെങ്കിൽ പുള്ളി സമ്മതിക്കില്ല. ഫണ്ടിങ് എക്സ്ട്രീം കക്ഷിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പുള്ളി അത് ഇപ്പോഴും പറയുന്നു, അത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, അതൊന്നുമല്ല. പക്ഷേ ഈ സിനിമ നടക്കണം അങ്ങനൊരു, അതായത് മലയാളത്തിൽ നിന്നൊരു പ്രോഡക്റ്റ് അങ്ങനെ ഉണ്ടാകണം എന്ന് ആസ് എ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് നഷ്ടം വരുമോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് ഓൺലി ദ മാൻ ബിഹൈൻഡ് ദാറ്റ് മിസ്റ്റർ ആൻ്റണി പെരുമ്പാവൂർ, നോ ഡൗട്ട്. സന്തോഷമുണ്ട് നമുക്കും. കാരണം അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ശരിക്കും പല തരത്തിലുള്ള ആക്ടേഴ്സ് വേണമെന്ന് പറയുന്ന പോലെ തന്നെ പലതരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സ് വേണം. പിന്നെ അല്ല, ഈ ഗട്ട്സ് വേറെ ഒരു മനുഷ്യനും കിട്ടില്ല, ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഞാൻ എഴുതി ഉറപ്പിച്ചു തരാം, ഇനി അടുത്ത 10 വർഷത്തിനകത്തും ഉണ്ടാവില്ല ഇങ്ങനൊരു ഗട്ട്സ് ഉള്ള പ്രൊഡ്യൂസർ. എനിക്ക് ശരിക്കും പറയാം, ഇപ്പോൾ സിനിമയെ പറ്റി ഒരുപാട് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പോയിലർ ആകുമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. ഞാൻ സ്പോയിലർ ആകാതെ പറഞ്ഞോളാം, ചോദിച്ചോളൂ വേണമെങ്കിൽ. അല്ല, എൻ്റെ അടുത്ത് സിനിമയെ സ്പോയിൽ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ പറയില്ല എന്നുള്ള ഉറപ്പാണ്. ചോദിക്കലെന്നുള്ളൊരു ഭയങ്കരമായ ഇത് എന്നാ വേണ്ട, ചോദിക്കണ്ട. അത് പോയി. സാർ, നമുക്ക് ഈ എമ്പുരാനിലെ ടൈറ്റിൽ ഒരു 2A റെഡിലുണ്ട്. ലൈക്ക് ലിറ്ററലി എനിക്ക് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് എൻ്റെ 2A റെഡില് ഞാൻ കണ്ടിട്ട് എൻ്റെ ബുദ്ധി വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ശരിക്കും റീസൺ ഉണ്ടല്ലേ, ഡെഫിനറ്റ്ലി ഉണ്ടാവില്ലേ, എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നതിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. അതിൻ്റെ റെഡ് മാത്രമല്ല, അതിൻ്റെ പുറകിൽ ഉള്ള ഒരു തൊട്ട് പുറകിൽ ഭയങ്കര ഇൻലേഡായിട്ട് കിടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങൾ പിന്നീട് അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴല്ല പറയേണ്ടത്. ഞാൻ ശരിക്കും പറഞ്ഞ പടം കാണാതിരുന്നപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ എന്താണെന്നറിയോ, എനിക്ക് ഇലുമിനാറ്റിയെ പറ്റി അറിയണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലെയേഴ്സ് എന്തായാലും ഔട്ടർ ലെയറിലായിരിക്കും മുരളി സാർ ഇടുന്നതെന്നറിയാം. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പൊക്കോണ്ടിരുന്നത്. ശരിക്കും ഇലുമിനാറ്റി ആണോ സാറ്? ഞാനോ? അല്ല, ഇങ്ങനെ ഒരു ഭാഗം എന്നെ നീ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കല്ലേ? അല്ല, അത് ചോദിക്കാൻ കാരണം സാറിന് ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങളാകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് അവർ നമുക്ക് പാടായിരിക്കും എന്നൊക്കെ. പക്ഷേ എന്നെയാണ് ഉദ്ദേശിച്ചത്, മറ്റേ മുരളിഗോപിയാണ് ഉദ്ദേശിച്ചത്. എല്ലാവരെയും നമ്മളിങ്ങനെ എന്താണ് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ഒരു ഇന്നർ ലെയറും ഔട്ടർ ലെയറും ഒക്കെ പുള്ളിക്ക് അറിയാം. ഉറപ്പായിട്ടും പുള്ളി അത് എക്സ്പ്ലോർ ചെയ്യുന്നു ഇതുവഴി എന്നുള്ളതാണ്. ഈ സിനിമ, നമ്മൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലോ നമ്മുടെ ഇന്ത്യൻ സിനിമയിലോ സംസാരിച്ചിട്ടുണ്ട് ഇലുമിനാറ്റിയെ കുറിച്ചിട്ട്. അതെ, ശരിക്കും നമുക്ക് അത്രയും വേർഡ് ഫേമസ് ആക്കിയ ഒരു സിനിമയാണ് ലൂസിഫർ. അതെ. അല്ല, അതിനു മുമ്പ് നമ്മൾ ഇന്ത്യൻ സിനിമയിൽ സംസാരിച്ചിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ കേട്ടത് ശരിക്കും ഈ മാനിഫെസ്റ്റേഷൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഇലുമിനാറ്റിയെ പറ്റിയൊക്കെ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അന്ന് മുതലാണ് നമ്മൾ ശരിക്കും അല്ലേ, മറ്റ് ആൾക്കാർ ഒരു നമുക്ക് സ്ക്രിപ്റ്റ് വരുന്ന സമയം മുതൽ നമ്മളൊരു ധാരണയുണ്ട്. ഞാനും ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് കേട്ടോ. അതിൻ്റെ ലൂസിഫറിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് ഓടിച്ച് വായിച്ചിട്ടൊക്കെ വരുന്നത്. അതിനുമുമ്പ് എനിക്ക് യാതൊരു ധാരണയും ഇല്ല അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട്. നമ്മൾ ജസ്റ്റ് കേട്ടിട്ടുണ്ട്, ഒരു പവറുണ്ട് മുകളിൽ നമ്മൾ ഭരിക്കുന്ന ഒരു പവറുണ്ടെന്ന് കേട്ടിട്ടുണ്ടെന്നുള്ളത് ഇന്നത്തെ ഇറങ്ങിയിട്ടില്ല. ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, ഓക്കെ നമ്മളൊന്ന് പഠിച്ചിട്ട് പോകണമെന്നറിയാം. അങ്ങനെ എൻ്റെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. എൻ്റെ പഠനം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു പോയ വഴിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പഠനം. മുരളിയുടെ പഠനം അങ്ങനെ ആയിരിക്കത്തില്ലല്ലോ. ഇത് എഴുതണമെങ്കിൽ ഇതിൻ്റെ A to Z പോയി ഒന്ന് കറങ്ങി അടിച്ചിട്ട് വന്നാലല്ല ഇതിനകത്തേക്ക് ഇത് ചെറിയ സാധനം പോലും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. സോ ഹീ നോസ് ദാറ്റ് വെൽ. പുള്ളി അത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു. പുള്ളിയുടെ അറിവ് ഒരു കുറ്റമാണോ? അല്ല, ഒരിക്കലും അല്ല. അല്ല, ചോദിച്ചാണ്, അതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയും കൊണ്ട്. അതല്ലേ സാർ, ഇനിയിപ്പോൾ അടുത്ത സാറിൻ്റെ പടം അഫ്കോഴ്സ് നമ്മൾ കണ്ടു, ഇനിയിപ്പോൾ ഇനി ഒരു സാറിൻ്റെ ഡയറക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ 1-2 പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ പിള്ളേർ സെറ്റ് വെച്ചിട്ടൊരു പരിപാടിയും, ദെൻ ഒരെണ്ണം കുറച്ചൊരു വേറൊരു ഹൈ എൻഡിലുള്ളൊരു പരിപാടിയൊക്കെയാണ്. അത് പറയാൻ സമയമാകുന്നതേ ഉള്ളൂ. ഞാൻ ഉടനെ അറിയിച്ചോളാം. പ്രതീക്ഷിക്കാം നമുക്ക് ഒരു. ഉറപ്പായിട്ടും. ഞാൻ നിങ്ങളങ്ങനെ വെറുതെ ഇവിടെ വിചാരിക്കും. ഞങ്ങളും. അപ്പോൾ സാർ, താങ്ക് യു സോ മച്ച്. ഈ ഒരു ഇപ്പം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാർ, ഇപ്പം തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ സൺഡേ വരെയുള്ള എല്ലാം ഫില്ല് ആയി ഹൗസ്ഫുള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. പക്ഷേ അതിനെതിരെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഹെയ്റ്റ് ക്യാമ്പയിൻസും പോകുന്നുണ്ട്. സാറിന് എന്താണ് ലാസ്റ്റായിട്ട് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഇല്ല, ഹെയ്റ്റ് ക്യാമ്പയിൻസിൻ്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു സിനിമയായിട്ട് കാണുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. ഒരു കഥയാണ് പറയേണ്ടത്. ആ കഥയിൽ ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളുണ്ടാകാം, അവർക്കത് രാഷ്ട്രീയ പാർട്ടികളുടെ ചായ്വുണ്ടാകാം. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ പറയുമ്പോൾ നമുക്ക് അത്തരം ചായ്വുകളിലേക്ക് പോകാതെ
ഒരു കഥയും പറയാൻ പറ്റില്ല. അപ്പോൾ അത് പേഴ്സണലായിട്ട് എടുക്കാതെ അതൊരു സിനിമയായിട്ട് മാത്രം കാണുക എന്നൊരു റിക്വസ്റ്റാണ് നമുക്കുള്ളത്. പബ്ലിക്കിൻ്റെ അടുത്താണെങ്കിൽ ഇത് അങ്ങനെ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഡീഗ്രേഡിങ്ങിലേക്ക് നമ്മൾ കടന്നു ചെല്ലാതെ ഇതൊരു സിനിമയായിട്ട് കാണാൻ ശ്രമിച്ചാൽ ഡെഫിനറ്റ്ലി അതിനകത്ത് ഒരു നല്ല കഥയും നല്ല വിഷ്വൽ ട്രീറ്റും ഒരു മലയാളത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്നുള്ള ഒരു സിനിമയെ നമുക്ക് കാണാൻ പറ്റും. അത് എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ഫോർ കമ്മിങ്. ഓക്കെ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.